അതൊരു ക്ലൈമാക്സ് നല്ല കാര്യല്ലേ ആലോചിച്ചോക്ക്. അല്ല ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയാം. അതായത് നമുക്കിപ്പോൾ ഒരു ദിവസം അല്ല ഇത്രയും ദിവസം ഒരാളെ തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് നമ്മളോട് സ്നേഹം കാണിക്കുന്നു, നമ്മളെ ഇങ്ങനെ ഇതാക്കുന്നു. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കറിയത്തില്ല രണ്ടുപേരുടെയും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നടത്തിയത് ഒരു പ്രണയാഭ്യർത്ഥനല്ല, അതാണ് ഒരു കല്യാണം ചോദിച്ച ഇഷ്ടമാണെന്നല്ല പറഞ്ഞത്. ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കാഷ്വൽ ടോക്കല്ല, ഇത് ജീവിതത്തിലോട്ട് കൊണ്ടുവരണം. നമ്മൾ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു 100 തവണ ആലോചിച്ചിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്യുക. ഇയാൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആലോചന പോലും ഇല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് ചാടുന്ന ഒരാളായിട്ട് എനിക്ക് അന്വേഷണം തോന്നിയില്ല. കുറേ വട്ടം ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് അന്വേഷണം മനസ്സിലാക്കിയത്. ആ അനീഷ് എങ്ങനെയാണ് ഇവിടുന്ന് ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടു പരിചയപ്പെട്ട ഒരാള്, എന്തടിസ്ഥാനത്തിലാണ് ഒറ്റടിക്ക് എന്താ അറിയാ നമുക്കൊരു ഇഷ്ടം തോന്നും, അല്ലെങ്കിൽ ആള് ഇഷ്ടം എന്ന് പറയാം. പക്ഷെ ആള് പിന്നെയും ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കഴിയുമ്പോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളില് പിന്നെ സ്നേഹം കൊടുത്തല്ലേ ഉള്ളൂ. രണ്ട് കാസ്റ്റാണ്. എനിക്കറിയില്ല, മേ ബി പുള്ളിയുടെ അല്ല ആക്ടിങ് ആവാം, ഒന്നും അറിയത്തില്ല. പിന്നെ ഒരു 19, 20, 22, 25 വയസ്സായ ഒരു പയ്യനല്ല എടുത്ത് ചാടി പ്രണയം തലക്ക് പിടിച്ചിട്ട് എടുത്ത് ചാടി മുൻപും പിൻപും ആലോചിക്കാതെ കാസ്റ്റ് ആലോചിക്കാതെ ഒക്കെ ചെയ്യുന്ന ഒരു എടുത്തു ചാട്ടത്തിൻ്റെ പ്രായമല്ല പ്രണയത്തിൻ്റെ പേരിൽ. അത് അവസാനം 9 ദിവസം ആയപ്പോഴായിട്ട് ഓർത്തത്. അതും ഒരുപാട് അവൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു വ്യക്തി. ഇനി ആലോചിച്ചിട്ടല്ലേ ഒരു സ്റ്റെപ്പ് വെക്കുള്ളൂ. അതാണ് ഇവരിൽ രണ്ടുപേരിൽ ആരാണ് അഭിനയിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു ഡിവോഴ്സ് ആയി നിൽക്കുന്ന ഒരാളാണ്. 2 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ച ഒരാളാണ്. ഇനി അവനൊരു ഫാമിലി തുടങ്ങുമ്പോൾ, ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 100 തവണ ആലോചിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും ഇതെന്താണ് സംഭവം എനിക്കും കറക്റ്റ് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ ഒന്ന് പൊളിക്കാൻ നോക്കിയതാ ഇന്നലെ. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. വേണമെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കാം. എല്ലാം പേടിയാണ്. ഇവിടെ ഗെയിമാണ്, എല്ലാരും ഗെയിം കളിച്ചോണ്ടിരിക്കുക. മനസ്സിലാവുന്നില്ല ഏതാണ് ശരി, ഏതാണ് ജെന്യൂൻ, ഏതാ ഒറിജിനൽ, ഏതാ ഫേക്ക്, ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ അനുവിൻ്റെത് എനിക്ക് അങ്ങനെ ജെനുവിനിറ്റി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിൻ്റെത് ഒരു ഞാൻ ആലോചിക്കുന്നതാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ അവരും തമ്മിൽ കുറഞ്ഞ വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. 40 വയസ്സായവർ, 39 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സാവറായി. 40 വയസ്സായ ഒരാൾ പിന്നെ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എടുത്ത് ചാടി ചെയ്യുമോ? ഇല്ല, വീണ്ടും ആലോചിക്കും നന്നായിട്ട്. അത് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം വന്ന ഒരാള് അല്ല, പുള്ളിയുടെ വേറെ കുറെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി പൊളിക്കാൻ ഇന്നലെ നോക്കിയേ. ലൈക്ക് പുള്ളി ജെന്യുയിൻ ആണോ അതോ ഇനി വെറുതെ ഇനിയൊരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുൻപും പിൻപും ആലോചിക്കാതെ ചെന്നുകൊണ്ട് ചാടി. ഇവിടുന്ന് കുറച്ച് മാസങ്ങൾ കണ്ട് അതും ഇത് ബിഗ് ബോസ് ആണ്, ഇത് ഗെയിമാണ്. ഇനി ഇവര് തമ്മിലുള്ള ഡ്രാമയാണോ നമുക്കും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇതിൽ അനുമോളുടെ ഭാഗത്തു നിന്ന് വന്ന സംഗതികളോട് എനിക്ക് യോജിക്കാൻ പറ്റും. അത് ഓക്കെ പുള്ളി വരുന്ന പുള്ളി അതായത് ഈ ഗെയിമിന് വേണ്ടിയിട്ടാണോ ചെയ്തില്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് ഡൗൺ പോയത് അതാണ് കൺഫ്യൂസ്ഡ് ആക്കുന്നത്. തോന്നിയിട്ടുണ്ടാവാം, ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റൂല.